പതിനായിരക്കണക്കിന് പള്ളികൾ കേരളത്തിൽ. ഏതെങ്കിലും പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറുന്നുണ്ടോ? ആരാധനകൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഉപദ്രവം പോലീസുകാരുടെ പക്ഷത്ത് ഇല്ല. എന്തുകൊണ്ടാണ്? പള്ളികളൊക്കെ സുഹൃതങ്ങൾ ചെയ്യാനുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സ്ഥലമാണ്. അവരവിടെ ഒന്ന് എത്തിപ്പോലും അവർ നോക്കാറില്ല. പക്ഷെ നിന്റെ പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറാനുള്ള കാരണം എന്താ? ആരാധനകൾ നിർവഹിക്കേണ്ട, ആരാധനയാൽ അല്ലെങ്കിൽ വിശ്വാസത്താൽ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത് അവൻ സമാധാനകാംക്ഷിയാണ്. അവിടെ നീ പരസ്പരം കൊല വിളിക്കുകയും കോളറിന് പിടിക്കുകയും ആക്രോശിക്കുകയും അക്രമം നടത്തുകയും ചെയ്യുമ്പോൾ പോലീസുകാർ ഊതെടുത്തോണ്ട് വരണം. അവർ ബൂട്ട് ഊരിയിട്ട് പള്ളിയിൽ കയറണം. എടാ മോനെ, ഞാൻ സേവനം ചെയ്യുന്ന ഈ പള്ളിയിൽ പോലീസുകാർ വന്നിട്ടുണ്ട്. അത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വന്നതല്ല. ഇവിടെ ഉള്ളൊരു മനുഷ്യൻ കുഴഞ്ഞു വീണ് മരണപ്പെട്ടപ്പോൾ അനുബന്ധമായ വിവരങ്ങൾ അറിയാൻ വേണ്ടി പോലീസുകാർ വന്ന് ബൂട്ടഴിക്കുന്നു, കാല് കഴുകുന്നു. അവർ വളരെ ഭക്തിയാദരപൂർവ്വം പള്ളിയിൽ വരുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, ബഹുമാനാദരപൂർവ്വം സംസാരിച്ച് മടങ്ങിപ്പോകുന്നു. ആദരിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ ആദരവ് കിട്ടും. നീ തല്ലുണ്ടാക്കിയിട്ട് നിന്നെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ മേപ്പള്ളിക്കുറ്റി പോയി പറഞ്ഞാൽ മതി. നീ അവരെ കയ്യിൽ ലാത്തി കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഒരു നാട്ടിൽ ക്രമസമാധാനം നഷ്ടപ്പെടുമ്പോൾ അവിടെ തൊപ്പി വെച്ചവർ താടി വെച്ചിട്ടൊന്നുമില്ല, അവർ പുറവടിച്ചവർ പൊളിക്കും. അവർക്ക് അതിനു വേണ്ടിയാണ് ലാത്തി കൊടുത്തിരിക്കുന്നത്. അവിടെ മുസ്ലിയാരെന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഒരാളെ ഒരു പരിഗണിക്കത്തില്ല. അവർ വീക്കും. അച്ഛന്മാരെ വീക്കിട്ടുണ്ടല്ലോ പള്ളിയിൽ, അച്ഛന്മാരെ സഭാതർക്കത്തിന്റെ പേരിൽ അച്ഛന്മാരെ വീക്കിട്ടില്ലേ? അപ്പൊ മുസ്ലിയാരെ വീക്കും. എടാ, അവരെ ബൂട്ടിട്ട് പള്ളി കയറ്റിയതാരാടാ? അവരെ ബൂട്ടിട്ട് പള്ളി കയറ്റിയതാരാ? നീയും ഞാനും അല്ലേ? സമാധാനം കാംക്ഷിക്കേണ്ട ഒരു സ്ഥലത്ത് നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല വിളിച്ച് തല്ലുണ്ടാക്കിയപ്പം ആ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോലീസ് പള്ളി കയറിയതാ. അതിന് അവസരം ഉണ്ടാക്കി നീ ഇപ്പം അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഒളി അജണ്ട ഉണ്ട്, തേങ്ങാക്കലുണ്ട്. ഒളി അജണ്ട അല്ല, സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട പള്ളി നീയും നിന്റെ ഒപ്പമുള്ള മനുഷ്യന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കൊലവിളി നടത്തി അടിയുണ്ടാക്കിയപ്പം ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വരുന്ന പോലീസുകാർ ഒതുകൊടുത്ത് പള്ളി കയറണ. എടാ, ഇന്നലത്തെ ദിവസം ഏതാ? റഹ്മത്തുൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം. കേരളത്തിന്റെ അങ്ങാടികൾ മുഴുവനും ജാതി മത ഭേദമന്യ മനുഷ്യർ പരസ്പരം ചേർന്ന് നിൽക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, മധുര പലഹാരങ്ങൾ, മധുര പാനീയങ്ങൾ വിതരണം ചെയ്യുന്നു. ഇത് കണ്ട് കേരളീയ മലയാളി മനസ്സ് അതിങ്ങനെ കുളിരണിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് സന്തോഷ കണ്ണീരിങ്ങനെ ബാഷ്പങ്ങൾ പൊഴിയാണ്. ഈ ദിവസം നീ എന്ത് ചെയ്തു? നീ നടിച്ച അങ്ങാടികൾ, മനുഷ്യർ ചെതറിക്കിടക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് എല്ലാ മതസ്ഥരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ മുഹമ്മദ് നബിയുടെ അനുയായി നീ എന്ത് ചെയ്തു? കറുത്തവനെയും വെളുത്തവനെയും രാജാവിനെയും പ്രജേനെയും അടിമേനെയും ഉടമനെയും ഉള്ളവനെയും ഇല്ലാത്തവനെ ഒരുമിച്ച് ഒരു വരിയിൽ നിർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ച സഫിൽ നീ പരസ്പരം കലഹിച്ചും കൊലവിളിച്ചും ചീത്ത വിളിച്ചും പരസ്പരം കയ്യോങ്ങിയും നീ ആ പള്ളി നാശമാക്കി. പോലീസുകാരെ കൊണ്ട് ബൂട്ടിട്ട് ഒരു മുസൽമാൻ പള്ളിയിലേക്ക് കയറുമ്പം 4 5 വെട്ടം കാല് ഉരതിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പുള്ളിക്കുത്തുണ്ടോ എന്ന് നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കുന്ന കാല്, ആ കാല് വൃത്തിയാക്കി പള്ളിയിൽ കയറുന്ന സംശുദ്ധമായ സ്ഥലത്തേക്ക് സംശുദ്ധമായ കാലുമായി കയറാൻ ശ്രമിക്കുന്ന ഒരു മുസൽമാൻ, അവിടെ ഒരു പോലീസുകാരൻ ബൂട്ടിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് അവസരം ഒരുക്കി നീയല്ലടാ. നിന്റെയൊക്കെ കൂട്ടത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാം തന്റെ സമൂഹത്തോട് ചോദിച്ച പോലെ വിവേകമുള്ള ഒരുത്തനെങ്കിലും നിന്റെയൊക്കെ കൂട്ടത്തിലുണ്ടോന്ന് ലൂത്ത് നബി ചോദിച്ചില്ലേ? ആ ചോദ്യം നിങ്ങൾക്ക് പ്രസക്തമാണ്. എത്ര കാലമായടാ ഈ വൃത്തികെട്ട പണി തുടങ്ങിയത്? അവസാനിപ്പിക്കാറായില്ലേ? ജനത മാറിയില്ലേ? സമൂഹം മാറിയില്ലേ? ചിന്ത മാറിയില്ലേ? നീയൊക്കെ എന്നാ നന്നാകുന്നത്? ഒരു പള്ളിയും 9,000 ഗ്രൂപ്പുകളും. അവിടെ മനുഷ്യൻ മടുത്തണം. ഇതൊക്കെ മനുഷ്യർ കുഴഞ്ഞ ആർക്ക് താല്പര്യമില്ല. ഇന്ത്യൻ മുസൽമാന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു മഹലിൽ തന്നെ 25 ഗ്രൂപ്പും 22 ചിന്തയും 25 ചിന്താധാരയും വഴികളും. എന്നിട്ട് ഒരു ഇമാമിനോടെ കൊണ്ടുവന്നാൽ ആ ഇമാമ് നമ്മുടെ ആദർശത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ പിറ്റേ ദിവസം പോലെ അവന്റെ തുടങ്ങും. ഞാൻ ഇത് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഞാൻ പച്ചക്കാൻ പറഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും തുരക്കാനുള്ള പണി തുടങ്ങും. നമ്മുടെ ആളായെങ്കിൽ മാത്രമേ നമ്മൾ പുറകെ തുടരുള്ളൂ. എന്തെല്ലാം തോന്നിയവാസങ്ങൾ പിന്നെ അവരുടെ പിന്നാലെയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതേ ആ പാർട്ടിയെ പിന്തുണക്കുന്ന ആളുകൾ മാത്രമേ പള്ളി വരാൻ പാടുള്ളൂ എന്ന ചിന്തയാണെങ്കിൽ പുതിയ ജൻസി പിള്ളേർ വരുന്നുണ്ട്. നിന്റെയൊക്കെ മോന്ത പിടിച്ച് റോഡരിട്ടുരകും. ഈ മുഖം ഉണ്ടല്ലോ, അത് ജൻസി പിള്ളേർ പിടിച്ച്, കാരണം അവർക്ക് ഇതിനോടും താല്പര്യമില്ല. പുതിയ തലമുറക്ക് ഇതിനോടും താല്പര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും തലയിൽ കൊണ്ട് നടന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ തലയിൽ കൊണ്ട് നടന്നു, പുതിയ ജനറേഷൻ നിങ്ങളുടെ ഊരക്ക് ചവിട്ടി നിങ്ങളെ പുറത്തുള്ളൂ. മനുഷ്യർ മടുത്തടാ. ഒരു പള്ളിയിൽ മനുഷ്യൻ പലതരക്കിലും പെട്ട് പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും പെട്ട മനുഷ്യർ ഒരു 5 മിനിറ്റ് വന്ന് ഇബാദത്ത് ചെയ്ത് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി സമാധാനം കാംക്ഷിച്ച് വരുന്ന മനുഷ്യന്മാരെ ഓരോ ആശയങ്ങൾ പറഞ്ഞ്
25,000 ഗ്രൂപ്പ് ആക്കിയിട്ട് അങ്ങോട്ട് പരസ്പരം നമ്മുടെ ആളല്ലാത്തവർ വന്നപ്പോൾ ശരിയാകത്തില്ല. ഇത് പുതിയ തലമുറ നിന്റെയൊക്കെ മുഖം റോഡിൽ ഒരക്കുന്ന ഒരു അവസ്ഥ വരും. ഇൻഷാ അല്ലാഹ് അത് കാണാം. അതുകൊണ്ട് വിവേകമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കക്ഷി രാഷ്ട്രീയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നിട്ട് മനുഷ്യൻ എന്ന വികാരത്തിൽ ജീവിക്കുക. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ കാണാനും എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാനും ശ്രമിക്കേണ്ടത്. ഭിന്നതയുള്ള ഒരു സ്ഥലത്തും അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നതിന് മാത്രമല്ല അതിനകത്ത് ബർക്കത്തുമില്ല. ആ നാടും ആ മഹലും നാശമാവും. സിൻഫാനു മിൻ ഉമ്മത്തി ഇദാ സ്വലഹ സ്വലഹ അന്നാസു കുല്ലുഹും അൽ ഉലമാ വൽ ഉമറാ. രണ്ട് വിഭാഗം ആളുകൾ ഒരു സ്ഥലത്ത് നന്നായാൽ ആ നാട്ടിലെ ജനങ്ങൾ നന്നാവും. ഒന്ന് ആലിമും ദീനിന്റെ കൈകാര്യകർത്താക്കളായ ഉമറാക്കൾ, കമ്മിറ്റിക്കാർ, അവർ നന്നായാൽ നാട് നന്നായി. അല്ലാഹു നന്നാക്കട്ടെ.